തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഉണർവ് പ്രകടമാണ്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും CPM-ന്റെ അഴിമതികളെ ഓരോന്നായി പുറത്തു കൊണ്ടുവരാനും UDF സംവിധാനം ഇന്ന് സമാനതകളില്ലാത്ത ഊർജത്തോടെയാണ് പണിയെടുക്കുന്നത്. CPM-ന്റെ കൊള്ളയടിക്കലുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാവ് തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തിയതും ചോദ്യം ചോദിച്ചയാളെ പുറത്താക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ചോദ്യം ചോദിച്ചയാളെ പുറത്താക്കാം, പക്ഷേ ആ ചോദ്യങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുകയാണ്. എന്നാൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് ക്യാമ്പിനെ തളർത്താൻ രാഷ്ട്രീയ എതിരാളികൾ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ശശി തരൂറിന്റെ പിണക്കം എന്നുള്ളത്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ തരൂർ അവഗണിക്കപ്പെട്ടു എന്ന തരത്തിൽ വന്ന വാർത്തകൾ CPM കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ തരൂരിന്റെ പേര് വിട്ടുപോയതും പ്രോട്ടോകോൾ സംബന്ധമായ ചില മാറ്റങ്ങളും വലിയൊരു വിള്ളലായി ചിത്രീകരിക്കാനാണ് PR ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ശശി തരൂരിനെ പോലൊരു വിശ്വപൗരന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടോ അതിന്റെ ആദർശങ്ങളോടോ യാതൊരു വിയോജിപ്പുമില്ല. അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ മുഖങ്ങളിൽ ഒന്നായി ഇന്നും തുടരുകയാണ്. ഏതൊരു വലിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ ചില ആശയവിനിമയ വിടവുകൾ മാത്രമാണ് ഇവിടെയും സംഭവിച്ചത്. കൊച്ചിയിലെ പരിപാടിയുടെ സംഘാടകത്വത്തിൽ വന്ന ചില ചെറിയ പിഴവുകൾ തരൂരിനെ പോലൊരു നേതാവിന് അല്പം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടാകാം, അത് സത്യമാണ്. എന്നാൽ അതിനെപ്പറ്റി പാർട്ടി വിടുന്നു എന്നോ നേതാക്കളുമായി കൊമ്പുകോർക്കുന്നു എന്നോ വ്യാഖ്യാനിക്കുന്നത് വെറും രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രമാണ്. CPM-ന്റെ അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അവർക്ക് വീണുകിട്ടിയ ഒരു വൈക്കോൽ തുരുത്തായിരുന്നു തരൂറിന്റെ ഈ പിണക്കം എന്നുള്ളത്. ബിഗ് ബ്രേക്കിംഗ് എന്ന പേരിൽ തരൂർ കോൺഗ്രസ് വിടുന്നു എന്നും രാഹുലുമായി കടുത്ത പിണക്കത്തിലാണെന്നും അവർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനിടയിലാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നേരെ മാധ്യമങ്ങൾ വിരൽ ചൂണ്ടിയത്. കൊച്ചിയിലെ മഹാപഞ്ചായത്തിന്റെ ചുക്കാൻ പിടിച്ചത് KC ആയതുകൊണ്ട് തന്നെ തരൂരിന്റെ അവഗണനയ്ക്ക് പിന്നിൽ അദ്ദേഹമാണെന്ന ആരോപണവും ഉയർത്തി. പക്ഷെ ഇതിനെല്ലാം അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് KC വേണുഗോപാൽ തന്നെ നേരിട്ട് രംഗത്തെത്തി. തരൂർ അസംതൃപ്തനാണെന്ന് നിങ്ങളോട് വന്നു പറഞ്ഞോ എന്ന KC വേണുഗോപാലിന്റെ ചോദ്യം മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കി. ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാലാണ് തരൂർ ചില യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് എന്നും അത് തന്നെ വിളിച്ചറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തരൂർ തന്നെ വിളിച്ച ഫോൺ രേഖകൾ വരെ തന്റെ കയ്യിലുണ്ടെന്ന് അടിവരയിട്ട് പറഞ്ഞതോടെ KC വേണുഗോപാലിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടിയേറ്റു എന്ന് തന്നെ പറയാം. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് നേതാക്കൾ തമ്മിലുള്ള പരസ്പര ധാരണയുടെ തെളിവായിരുന്നു. KCയുടെ ഈ പ്രതികരണം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്ന് പറഞ്ഞോ താനോട്? തരൂർ വിളിച്ചിരുന്നോ? തരൂർ വിളിച്ചിരുന്നോ? തരൂർ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു അസംതൃപ്തി പറഞ്ഞോ? എന്നെ വിളിച്ചിരുന്നു തരൂർ. എന്നെ വിളിച്ച് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് കൊണ്ടുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ പിന്നെ അതിന്റെ രേഖകളുമുണ്ട്. അദ്ദേഹം വിളിച്ച് പറഞ്ഞു പങ്കെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ എക്സംഷൻ, അക്കാര്യത്തിൽ പ്രശ്നമില്ല. പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം എക്സംഷൻ, ഇത് ഗുരുദേവന്റെ പുസ്തക പ്രകാശനം ആയതുകൊണ്ട് പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ പറഞ്ഞു. അതല്ല താങ്കളെ വിളിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, നിങ്ങൾ തമ്മിലുള്ള. സാധാരണ സമയത്തിന് നേരത്തെ ആവും ഇപ്രാവശ്യം.